സ്വർണ്ണപ്പാളിയിൽ പോലീസ് അന്വേഷണത്തിൽ തീരുമാനമായിരിക്കുന്നു. എച്ച് വെങ്കടേഷിന് ചുമതല എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ADGP എച്ച് വെങ്കടേഷിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നു. സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ SIT അന്വേഷിക്കും, പ്രത്യേകാന്വേഷണ സംഘം അന്വേഷിക്കും എന്നുള്ളതാണോ അറിയിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് SIT നിയോഗിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവിറക്കിയത്. ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി, ദേവസ്വം ബെഞ്ചിന്റെ നടപടി. ഇക്കാര്യത്തിൽ എച്ച് വെങ്കടേഷിന് ADGP എച്ച് വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. അല്പസമയം മുമ്പാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. മാത്രമല്ല, ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ നൽകാനും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതര കുറ്റകൃത്യങ്ങൾ നിലനിൽക്കും എന്ന് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ എച്ച് വെങ്കടേഷനാണ്, ADGP എച്ച് വെങ്കടേഷനാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. ഈ അന്വേഷണ സംഘത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ നൽകണമെന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇത് ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഇതിലുള്ളത് എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എച്ച് വെങ്കടേഷിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. ആ അന്വേഷണം ഈ പറയുന്ന ഈ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ SIT നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കാരണം ദേവസ്വം വിജിലൻസിന് കേസെടുക്കാൻ അധികാരമില്ല. അപ്പോൾ SIT അന്വേഷണം ഏൽപ്പിക്കുന്നു. ഇപ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യമടക്കം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുകയാണ്. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി പോകുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ SIT അന്വേഷണം അത് കോടതി അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതിന്മേലുള്ള കോടതിയുടെ തീരുമാനം എപ്പോൾ അറിയാം? ശബരിമല സ്വർണ്ണപ്പാളി വിവാദം SIT അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുന്നു. സർക്കാർ ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ്, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഈ SIT അന്വേഷണം കോടതി അംഗീകരിക്കുമോ? അതിൽ കോടതിയുടെ തീരുമാനം നമുക്കെപ്പോൾ അറിയാം? കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. സ്മൃതി, അല്പസമയം മുമ്പാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണം, SIT അന്വേഷണം. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇതിന്റെ ചുമതല. ADGP എച്ച് വെങ്കടേഷനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വേണം ഇക്കാര്യം അന്വേഷിക്കാനെന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വിപുലമായ രീതിയിലാണ് ഈ അന്വേഷണം. കേവലം പമ്പ പോലീസ് സ്റ്റേഷന് കീഴിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വാകത്താനം, കയ്പമംഗലം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെ പരിധിയിൽ കൂടി ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇൻസ്പെക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി വേണം അന്വേഷിക്കാനെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ADGP എച്ച് വെങ്കടേഷനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. ഇതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഈ ഇടക്കാല ഉത്തരവിനിടെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയ്ക്ക് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞത്, ഹൈക്കോടതിയിൽ നിന്ന് അറിയിക്കുക കൂടി ചെയ്തത്, ADGP അന്വേഷണത്തിനായി നിയോഗിക്കണം, അതിന് തയ്യാറാണ് എന്ന കാര്യവും കൂടി സർക്കാരിന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി SIT പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി അല്പസമയം മുമ്പ് നിയോഗിക്കുകയും ചെയ്തത്. ഈ അന്വേഷണ സംഘത്തിൽ മുതിർന്ന SP-മാർ, പ്രത്യേകിച്ചും S ശശിധരൻ ഉൾപ്പെടെയുള്ള SP-മാരെ കൂടി ഉൾപ്പെടുത്തി വേണം അന്വേഷണ സംഘം രൂപീകരിക്കാനെന്ന് കൂടി ഹൈക്കോടതി പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4.5 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ള ലോഹമാണ് കാണാതായത്. ഇതിന്മേലാണ് ഹൈക്കോടതിയുടെ അന്വേഷണം. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൗരവതരമായ നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി ഇന്നുകൂടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം കാണാതെ പോയത് പ്രത്യേകിച്ചും അത് ഗൗരവതരമായ സാഹചര്യമാണ് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 1999 സ്വർണം ആവരണം ചെയ്തത് പരമ്പരാഗത മാർഗത്തിലായിരുന്നു. 1.5 കിലോഗ്രാം സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചത് എന്ന കാര്യമടക്കം ഇന്ന് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്തായാലും ഇതിന്മേൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. അത് SIT അന്വേഷണമാണ്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവും കൂടിയാണ്. ADGP എച്ച് വെങ്കടേഷനാണ് അതിന്റെ അന്വേഷണ ചുമതല. മുതിർന്ന SP-മാർ ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിൽ അംഗങ്ങളായിരിക്കുകയും ചെയ്യും. ക്രൈംബ്രാഞ്ചാണ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുക. അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അല്പസമയം മുമ്പ് ഇടക്കാല ഉത്തരവായി നൽകുകയും ചെയ്തത്.
ഈ അന്വേഷണ സംഘത്തിന് SITക്ക് എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നൽകണം, എല്ലാ സാഹചര്യവും ഒരുക്കി നൽകണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്.